ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പേരൂർക്കട പുനർജിരി ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്വീറ്റിയാണ്. നമസ്കാരം ഡോക്ടർ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 പറയൂ, ആരാണ്? എന്റെ പേര് രാധിക എന്നാണ്. രാധിക എവിടുന്നാണ് വിളിക്കുന്നത്? രാധിക എന്താ എവിടുന്നാണ് വിളിക്കുന്നേ? ട്രിവാൻഡ്രത്തുനിന്ന്. പറഞ്ഞോളൂ കേട്ടോ, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ. അതെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസേ ആവുള്ളൂ. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതിയെന്ന്. അപ്പൊ അത് ഭാവിയിൽ ബാധിക്കും. അപ്പം ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്ത് ടാബ്ലറ്റ്സ്? അല്ല, ഇപ്പം ഈ ഐപ്പില് പോലുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ബാധിക്കോ? ഐപ്പില് എപ്പോഴും കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് അല്ല കേട്ടോ. അത് പലർക്കും ഒരു തെറ്റായ അഭിപ്രായമുണ്ട്. ഐപ്പില് കഴിക്കുന്നത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ സ്ഥിരം കഴിക്കാൻ പറ്റുന്നു. ഐപ്പില് എപ്പോഴെങ്കിലും ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സ് ഉണ്ടായാൽ നമുക്ക് അപ്പോൾ കുട്ടി വേണ്ടെന്ന് വല്ലപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പോഴ് ഒരു പ്രാവശ്യം കഴിക്കാൻ എമർജൻസി കോൺട്രസെപ്ഷൻ എന്ന് പറയുന്ന സംഭവം, അത് ആ ഒരു സമയത്ത്, അതായത് ഒരു ഇത് ഇങ്ങനെ സംഭവിച്ചു പോകുമ്പം ആ ഒരു പ്രാവശ്യം മാത്രം എടുക്കേണ്ട ഒരു മരുന്നാണത്. സ്ഥിരമായിട്ട് കഴിക്കാൻ അല്ല, അങ്ങനെ ഇല്ല അങ്ങനെ എഫക്റ്റ് ഇല്ല. പക്ഷെ 2 വർഷം വേണ്ടാന്ന് വെക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രസെപ്ഷൻ, അത് പ്രോപ്പർ ആയിട്ടുള്ള ഗർഭനിരോധന ഗുളികകൾ തന്നെ എടുക്കണം. അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ ഗർഭനിരോധന ഗുളികകൾ തന്നെയായിരിക്കും ഏറ്റവും ഐഡിയൽ. ഇപ്പൊ വളരെ ലോ ഡോസ് പിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പൊ അതിന് വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരോട് പറഞ്ഞാൽ അവർ വളരെ ലോ ഡോസ് പിൽസ് തരും. കറക്റ്റായിട്ട് നമ്മുടെ പീരിയഡ്സ് വരികയും ചെയ്യും. അത് നിർത്തുമ്പോൾ അത് അടുത്ത ആർത്തവത്തിന്റെ 1-ാം ദിവസം തൊട്ടോ 2-ാം ദിവസം തൊട്ടോ വീണ്ടും കഴിച്ചു തുടങ്ങുകയും ചെയ്യാം. അങ്ങനെ എത്ര ഒരു 2 ഇയേഴ്സ് വരെ. അതെ, അപ്പൊ ഈ പിൽസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ കോണ്ടംസ് ഉപയോഗിക്കണം. അത് പക്ഷേ അത്ര ഫുൾ പ്രൂഫ് അല്ല. എന്നുവെച്ചാൽ ചിലപ്പം ഗർഭിണിയാവാൻ സാധ്യതയുണ്ട്. ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പം ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. ഓക്കെ, ബൈ. ഓക്കെ രാധികയുടെ കോള് ഒരു ഇത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അതായത് ഓരോ പീരീഡ് ഓഫ് ടൈമില് എങ്ങനെയാണ് ഈ ഗർഭനിരോധനം നമ്മൾ എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു കാര്യം. ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ മാതിരി കല്യാണം കഴിഞ്ഞ് പ്ലാനിങ്, അതായത് ഇത്രയും ചിലപ്പം പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ കാരണം ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് മേ ബി 1 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് വേണ്ടാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ സമയത്ത് നമുക്ക് വേറെ ഒരു മെത്തേഡും ഫുൾ പ്രൂഫ് അല്ല. ഇപ്പോൾ കോണ്ടമൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ അത് നമുക്ക് തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റായിട്ട് അണ്ടോൽപാദനം നടക്കുന്ന ഓവുലേഷൻ നടക്കുന്നവർക്ക് പോലും നമുക്കത് ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് വൺസ് ഇൻ എ വേ എന്നേ പറ്റുള്ളൂ. പക്ഷേ ഷുവർ ആയിട്ടും നമുക്ക് 2 വർഷം കഴിഞ്ഞ് മതി. അത് ഷുവർ മെത്തേഡ് എന്ന് പറയുന്നത് 99.5%, 9% വരെ നമുക്ക് ഷ്യൂറിറ്റി ഉള്ളത് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, OC പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് 21 ഗുളികകളായിരിക്കും. അപ്പോൾ വളരെ ലോ ഡോസിലുള്ള പിൽസ് ഇപ്പോൾ ഉണ്ട്, അത് തന്നെ മതിയായിരിക്കും. അപ്പോൾ അത് കാരണം വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. വേറെ ചിലർക്ക് പേടിയുണ്ട് വണ്ണം വയ്ക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ ദേഹപ്രകൃതി. അങ്ങനെയൊന്നും ഒരു ആഹാരം കഴിച്ചാലേ വണ്ണം വയ്ക്കുള്ളൂ, അല്ലാതെ ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞ് വണ്ണം വയ്ക്കുന്നത് വളരെ റെയറായിട്ടാണ്. അങ്ങനെ ഒന്നും വരണം എന്നൊന്നും ഇല്ല ഇപ്പോഴത്തെ പിൽസിൽ. സോ അത് ഈ ഫസ്റ്റ് 2 ഇയേഴ്സിൽ അവർക്ക് ഈ പിൽസ് തന്നെ ധാരാളമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതേ ഇത് നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഇപ്പോൾ ഇതൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് അവർക്ക് സ്പേസിങ് വേണം. അതായത് അടുത്ത കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഗ്യാപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വന്നിട്ട് കോപ്പർ ടീ എന്ന് വെച്ചാൽ നമുക്ക് 10 വർഷം വരെ അകത്ത് ഗർഭപാത്രത്തിനകത്ത് ഇട്ടേക്കാവുന്നുള്ള കോപ്പർ ടീ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ലോ റിലീസ് ഹോർമോൺസ്, അതിൽ നിന്ന് ചെറുതായിട്ട് ഹോർമോൺ റിലീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല അഡ്വാൻസ്ഡ് കോപ്പർ ടീസ് ഇപ്പോൾ ഉണ്ട്. സോ അത് സ്പേസിങ്ങിന് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അത് ഏറ്റവും നല്ല മെത്തേഡാണ്. വേറെ വേദനയോ ഇതോ ഒന്നും അതിൽ അങ്ങനെ ഉണ്ടാകണം എന്നില്ല. പിന്നെ 100-ൽ ഒരാൾക്കേറ്റോ ചിലപ്പം കുറച്ച് രക്തസ്രാവം കൂടുതൽ വരെ അത്രേ ഉള്ളൂ. അത് ഒരിക്കലും അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ.
പിന്നെ അതേ സമയത്ത് അവർക്കും ഈ രണ്ടാമത് പറഞ്ഞ ഈ ഗ്രൂപ്പുകാർക്കും, അതായത് കുട്ടികൾക്ക് തമ്മിൽ സ്പേസിംഗ് ഉള്ളവർക്കും ഇപ്പോൾ ഈ ഗുളികകൾ, ഗർഭനിരോധന ഗുളികകൾ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അതും ആ സമയത്തും അത് ഫുൾ പ്രൂഫാണ്. പക്ഷേ പാല് കൊടുക്കണ അമ്മമാർ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഈ പറഞ്ഞ ഈ പിൽസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പ്രത്യേകതരം ഈ ഫീഡിങ് മദേഴ്സിന് പ്രത്യേകതരം പിൽസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞിന് ഒരു ദോഷവും ഉണ്ടാവില്ല, അമ്മയ്ക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. സോ ഇപ്പം മിക്കവാറും സംഭവിക്കുന്നത് ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് ഗർഭകാലം അതായത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമയത്ത് അറിയാൻ പറ്റത്തില്ല, മാസക്കുളി കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പം പ്രഗ്നന്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, അപ്പം ലാക്ടേഷൻ അമെനോറിയ എന്ന് പറയും, അങ്ങനെ പ്രഗ്നന്റ് ആയി പോവും. അതിൻ്റെ കൂടെ അത് തടയണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്രസവത്തോട് തുടർന്ന് തന്നെ ആ ഒരു പില്ലങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് തുടർന്നിട്ട് കുഞ്ഞിപ്പോൾ 1 വയസ്സ് വരെ പാല് കുടിക്കുന്നതിന് 1 വർഷത്തേക്ക് അത് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ നമുക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ ധൈര്യമായിട്ട് അത് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല എന്നുള്ളത് ഷുവറായിട്ട് അങ്ങ് ഇരിക്കുകയും ചെയ്യാം. അപ്പൊ ഒരു വെറുതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത്തരം ഗുളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. ഈ പലർക്കും അറിയത്തില്ല ഈ അമ്മമാർക്ക്, ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്കുള്ള മരുന്നുള്ളത്. അത് വളരെ ഫലപ്രദമാണ്, ഒരു ദോഷവും ഇല്ലാത്ത, അതിന് വേണ്ടി ഉണ്ടാക്കിയ മരുന്നുകളാണ്. പിന്നെ ഈ OC പിൽസും നല്ലതാണ്, കോപ്പർ ടീ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിവതും ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു DNC ചെയ്യാനൊക്കെ, അബോർഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രവണത ദയവായി എല്ലാവരും കുറയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ്സ് ഉള്ളപ്പം പിന്നെ അത് തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്രമം അനുസരിച്ച് തന്നെ അത് മുമ്പോട്ട് പോകണം. അല്ലാതെ IPL പോലെയൊക്കെ ഇങ്ങനെ ഒരു സംഭവിച്ചു, ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഉടനെ ഓടിപ്പോയി ഒരു IPL വാങ്ങിച്ച് കഴിക്കുക, പിന്നെ വീണ്ടും. പക്ഷെ അതും ഫെയിലിയർ ഉണ്ട്. IPL എന്ന് പറയുന്നത് ഒരു പില്ലല്ല, അത് ഒരു ഉൽപ്പന്നമാണ്. അത് ലിവനോജെസ്ട്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോണാണ്, അത് ഹൈ ഡോസ് ഹോർമോണ്. അത് പലരും ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ മാർക്കറ്റ് ചെയ്യുന്ന സംഭവം അത് എപ്പോഴും അത് ഫെയിലിയർ ഇല്ലാത്തൊരു സംഭവമൊന്നുമല്ല. അത് കഴിച്ചാലും ഗർഭധാരണം ഉണ്ടാകാൻ പറ്റും, ഇപ്പം പ്രോപ്പർ ടൈമിങ്ങിൽ ഇതായിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. സോ അപ്പം ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഇതൊന്നിനും ദയവ് ചെയ്ത് പോകാണ്ടിരിക്കുക. എപ്പോഴും ഒരു ഡോക്ടേഴ്സ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് എന്ത് കാര്യവും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണല്ലേ. എന്നാലും ഒരു തലവേദന വന്നാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക വാങ്ങുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനൊരു മരുന്ന് വാങ്ങാനാണെങ്കിലും IPL ആണെങ്കിലും അതുപോലെ തന്നെ കഴിക്കുക. അത് വേണ്ട എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുക. എത്രയായാലും നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് അത് ബാധിക്കുന്നത്.